അപ്പോൾ ദിയൂസ് ആൻഡ് അച്ചൂസ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു. ഇപ്പോൾ കുറച്ച് തോന്നി നിൽക്കുക. ഇത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇന്നാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോയെക്കുറിച്ചുള്ള എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അച്ചുവും കുഞ്ഞാറ്റയും സ്കൂളിലേക്ക് പോയി. രാവിലെ തന്നെ ഞാൻ അരിയടുപ്പത്തിട്ടിരുന്നു. അന്നേരം എടുത്ത വീഡിയോ ആണിത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയത്. ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും തക്കാളിക്കറിയായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചു. പക്ഷെ അന്നേരം വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി. പിന്നെ കുട്ടികളെ സ്കൂളിൽ വിടുന്ന ധൃതിയായിപ്പോയി. മൂക്കടപ്പുള്ളത് കൊണ്ടാണ് എൻ്റെ സൗണ്ട് വല്ലാതിരിക്കുന്നത്. എല്ലാവരും ക്ഷമിക്കുക. ഇന്നിവിടെ ചെറിയ ചൂരമീനാണ് കേട്ടോ വാങ്ങിയത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പിലയൊക്കെ ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇവയൊക്കെ ഒന്ന് ചൂടാക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം 2 സ്പൂൺ തേങ്ങയും കൂടി അരച്ച് ഇതിലേക്ക് ചേർക്കും. എന്നിട്ട് പിണറും പുളിയും ഉപ്പും ഒക്കെ ചേർത്ത് നല്ലോണം തിളപ്പിക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് കഷ്ണങ്ങളൊക്കെ പറക്കിയിടാം. ഇങ്ങനെ മീൻകറി വെക്കുമ്പോൾ നമുക്ക് മുളക് കറിയായിട്ട് തോന്നുകയും ചെയ്യും, വലിയ എരിയും തോന്നത്തില്ല. ഇങ്ങനെ വെക്കുന്നത് ഇവിടെ പിള്ളേർക്കൊക്കെ ഇഷ്ടം. അന്നേരം മുളക് കറിയായിട്ട് തോന്നുകയും ചെയ്യും, പക്ഷേ വലിയതായിട്ട് എരിയും വരത്തില്ല. ഇങ്ങനെ നിങ്ങളെല്ലാവരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. മീൻകറി അല്ല ഒരുവിധം റെഡിയായി. പിന്നെ ഞാൻ ബീട്രൂട്ട് തോരനാണ് വെച്ചത്. ബീട്രൂട്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലുള്ള ചോപ്പറിനകത്ത് അരിഞ്ഞെടുക്കുന്നുണ്ട്. നല്ല രസമാണ്. ഇതിങ്ങനെ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് എടുക്കാനും പറ്റും. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ ആമസോണിൽ നിന്നാണോ വാങ്ങിയതെന്ന് അറിയാൻ വയ്യ, ഓർമ്മയില്ല. 2-3 വർഷമായി ഇതെൻ്റെ കൂടെ ഉണ്ട്. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് തോരനൊക്കെ അരിയാനും ഒക്കെ നല്ല ഒരേ ഷേപ്പിൽ എല്ലാ കഷ്ണങ്ങളും കിട്ടുകയും ചെയ്യും. നല്ല നമുക്ക് ഉപകാരമുള്ള ഒരു സാധനമാണ് ഈ ചോപ്പർ. ബീട്രൂട്ടിനോടൊപ്പം സവാളയും ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് ചോപ്പറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ 2 പച്ചമുളകും കൂടെ അരിഞ്ഞ്, പിന്നെ ചീനിച്ചട്ടി അടുത്ത് വെച്ച് കടുക് വറുത്ത് ബീട്രൂട്ടും ഇട്ട് കുറച്ച് കരിവേപ്പിലയും തേങ്ങയും ചേർത്ത് ബീട്രൂട്ട് കുറച്ച് നേരം വേവാൻ വേണ്ടി ആവിയിൽ വെക്കും. അതിനാവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ചെറു തീയിൽ വെക്കണം. പിന്നെ ഞാനത് അങ്ങനെ വേവിച്ചെടുത്ത് ഇതിങ്ങനെ തേങ്ങ ഇട്ടിങ്ങനെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ബീട്രൂട്ട് തോരൻ വെക്കുന്നത്. ബീട്രൂട്ട് അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് ചക്ക ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. തലേന്ന് എടുത്തതിൻ്റെ ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. പിന്നെ അതെല്ലാം എടുത്ത് വൃത്തിയാക്കി പിന്നെ പെട്ടെന്ന് തന്നെ അത് വേവിച്ചു. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഒത്തില്ല കേട്ടോ. ആദ്യമായിട്ടാണ് കുക്കിംഗ് വീഡിയോ ഞാൻ എടുക്കുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായി കാണണേ. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം. പിന്നെ തലേന്ന് വെച്ച കുറച്ച് രസം കൂടി ഉണ്ടായിരുന്നു. തോരൻ, മീൻകറി, ചക്ക, പുളി ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ലഞ്ച്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ.